voice of God. God through evangelist Shaji Joseph. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം. എന്റെ ലക്ഷ്യം ജയം മാത്രം. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട് ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദ വോയിസ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നമ്മളൊരു പുതിയ സന്ദേശം കേൾക്കുവാൻ പോവുകയാണ്. മടക്കയാത്ര വളരെ പ്രാധാന്യമർഹിക്കുന്ന, മാനുഷിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. എൻ്റെ ചിന്തകളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. ആത്മീയമായി അടുത്തൊരു തലത്തിലേക്ക് ഉയരുവാൻ ഈ സന്ദേശം എന്നെ സഹായിച്ചു. തീർച്ചയായും ഈ സന്ദേശം നിങ്ങളെയും സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശത്തിനായി ചെവി കൊടുക്കാം. ലോകത്തിന്റെ തത്വങ്ങളും നിന്റെ സിസ്റ്റങ്ങളും ഇട്ട് കളിക്കാനുള്ള സമയമല്ല ഇത്. ഒരല്പസമയമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് നിന്റെ പപ്പ തന്നതല്ല, ലോകത്തിലെ നിന്റെ മമ്മ തന്നതല്ല, നിന്റെ പാസ്റ്റർ തന്നതല്ല, ഇവിടുത്തെ ഗവൺമെന്റ് തന്നതല്ല. സർവശക്തനായ ദൈവം തന്ന സമയമായത്. ഈ സമയം തന്ന ദൈവം പറയാ, സമയം നീ തക്കത്തിൽ ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണോ? നിനക്ക് ഒറ്റ കാര്യം ഇവിടുന്ന് നേടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നിന്റെ ജീവൻ മാത്രമാ. വേറെ ഒന്നും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേറെ എന്ത് നീ നേടിയാലോ സെമിത്തേരി എന്ന ഗേറ്റിന്റെ അവിടെ വെച്ച് പറയും, സ്റ്റോപ്പ്. ജീവിച്ചിരിക്കുമ്പോൾ മരിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. ജീവിച്ചിരിക്കുമ്പോൾ മരിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാം. ആ ഉയർത്തെഴുന്നേൽപ്പ് പുനരുദ്ധാനം ചെയ്ത യേശുവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ പുതിയ സൃഷ്ടിയായ ദൈവപുത്രൻ നമ്മളുടെ സോളിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയാണ്. യേശുവാകുന്ന വഴിയിൽ കയറിയാൽ ഉടനെ സത്യം വെളിപ്പെട്ടു വരും. യേശുവാണ് സത്യം. യേശുവാണ് സത്യം വെളിപ്പെട്ടു വരും. വഴി കയറിയാലേ വെളിപ്പെടുത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് ആ സത്യത്തിലൂടെ പോയാൽ യേശുവാകുന്ന ജീവൻ പ്രാപിക്കാം. യഥാർത്ഥ ഒരു ദൈവ പൈതലിന് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകത്തില്ല. കാരണം ഇത് അവന്റെ വീടല്ല. അവന്റെ വീട്ടിൽ പോകാൻ ആഗ്രഹം. ആമേൻ. പൗലോസിനെ നോക്കിയാൽ അറിയാം. പൗലോസ് പറയാ, ശരീരം വിട്ട് കർത്താവോട് കൂടെ ആയിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഉത്തമമെന്നല്ല, അത് അത്യുത്തമമല്ലോ. പിന്നെ ഞാൻ ഇവിടെ ആയിരിക്കുന്നതോ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സ്വരമായി ആയിത്തീരുക. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആയിരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കുക, ആത്മാവിന്റെ നിയമം നമ്മളെ വിടുവിക്കുവാനായിട്ട് ഇടയാകും. പാപത്തിനെ രക്ഷിക്കുവാനായിട്ട് ഇടയാകും. പൗലോസ് ഇത് പറഞ്ഞ് കരയുന്ന പൗലോസ് 7-ാം അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇത് പറഞ്ഞ് പൗലോസ് നിലവിളിക്കുകയാണ്. താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. താഴേക്ക് വായിച്ചോളൂ സിസ്റ്റർ. ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്. അപ്പൊ ആരാ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നേ? ഹലോ, അപ്പൊ ആരാ ഡ്രൈവ് ചെയ്യുന്നത്? നമ്മളാണോ വേറെ ആരെങ്കിലും ആണോ? പറഞ്ഞേ, തിന്മയാ ഡ്രൈവ് ചെയ്യുന്നേ. അടുത്തേക്ക് വ്യക്തിയോട് പറ, തിന്മയാ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നേ. നമ്മൾ അപകട മേഖലയിലാ. ഈ മേഖലയിൽ നിന്ന് കർത്താവ് രക്ഷിക്കാൻ വന്നിരിക്കുക. ഗ്ലോറി ടു ഗോഡ്.
ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിച്ചു, പക്ഷെ ഇപ്പോഴും അപകട മേലെ കിടക്കുക. ജഡത്തെ അനുസരിച്ച് എന്നെ വലിപ്പിച്ചുകൊണ്ട് പോകുന്നൊരു ശിക്ഷാകത്ത് കിടക്കുക. മനസ്സിലായോ? ജഡത്തെ അനുസരിച്ച് പോയാൽ എന്താ അവർക്കുള്ള വാഗ്ദത്തം? ജഡത്തെ അനുസരിച്ചാൽ ശരിക്കും കാനാൻ ദേശത്ത് പോകും. ജഡത്തെ അനുസരിച്ചാൽ റോമൻ 8:13 വായിച്ച് തൊട്ടടുത്ത പേജ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ റോമയിലെ രക്ഷിക്കപ്പെട്ട ജനമേ നിങ്ങൾ മരിക്കും നിശ്ചയം. മനസ്സിലായോ? അപ്പൊ ഡ്രൈവ് ചെയ്യുന്ന ആളെ മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണെന്ന്. ഡ്രൈവ് ചെയ്യുന്ന ആളെ മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാ. ഗ്ലോറി. ഇനി 7 താഴേക്ക് കണ്ടിന്യൂ ചെയ്താട്ടെ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഉണ്ടോ? സെപ്പറേറ്റ് ചെയ്യണുണ്ടോ? ഞാനും എന്നിൽ വസിക്കുന്ന പാപവും. രണ്ടുപേർ വേറൊരാളിന്റെ അകത്തുണ്ടെന്ന്. ഇതാണ് ജഡമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യൻ. അവൻ അവിടെ ശത്രു നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. പറഞ്ഞേ, ശത്രു അകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞേ. ഈ ജഡമോഹങ്ങളാൽ വഷളായി പോയ മനുഷ്യനാണ് ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പഴയ സ്വയം, ഓൾഡ് സെൽഫ്. നമുക്ക് ന്യൂ സെൽഫ് ഉണ്ട്. അതാണ് പുതിയ സൃഷ്ടിയായ ദൈവപുത്രൻ. ഗ്ലോറി. ഹല്ലേലൂയ. താഴേക്ക് വായിച്ചോ. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ആമേൻ. എന്നെ ബന്ധിച്ചു കളയുന്നു. രക്ഷിക്കപ്പെട്ട വ്യക്തി പറയാ, എന്നെ ബന്ധിച്ചു കളയുന്നു. 2 പ്രമാണങ്ങൾ. നന്മയാ ഞാൻ ആഗ്രഹിക്കുന്നു, അതൊരു പ്രമാണം. ഇതാ അകത്ത് നിന്ന് വചനം കേട്ട നന്മ ഞാൻ ആഗ്രഹിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അകത്ത് വേറൊരു പ്രമാണം, അതെന്നെ എന്റെ ആഗ്രഹത്തെ അനുവദിക്കാതെ ബന്ധിച്ചു കളയുന്നു. ഗ്ലോറി. താഴേക്ക്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അയ്യോ ഞാൻ കണ്ടോ? ആ ബലഹീനത പുള്ളിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? കരയിപ്പിച്ചു ദൈവസന്നിധിയിൽ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യ. ഞാൻ സീറോ ആയി. ഞാൻ സീറോ ആകുന്നതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഹീറോ ആകാൻ പോകുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഹീറോ ആകുന്നത് കൃപയിലൂടെയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് കൃപയുടെ സ്വിച്ച്. നമ്മൾ സീറോ ആകുന്നതാണ് കൃപയുടെ സ്വിച്ച്. ഇപ്പോൾ ഇതാ ഒരു വെളിപ്പാട് അദ്ദേഹത്തിന് പ്രാപിക്കുകയാണ്. ഇതാണ് 8-ാം അധ്യായം തുടങ്ങുന്നത്. ആമേൻ. 8-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ തുടർന്ന് പറയുന്നത് 7-ന്റെ ലാസ്റ്റ് തുടർന്ന് പറയുന്നത് ക്രിസ്തുയേശുവിൽ ജയം തരുന്ന ആ ദൈവത്തെയാണ്. തുടർന്ന് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും. ഇതൊരു പ്രാർത്ഥനയല്ലേ? ഉടനെ അദ്ദേഹത്തിന് വെളിപ്പെടുന്ന വെളിപ്പാടാണ് അടുത്ത വാക്യം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കാരണം എന്തോ ഒന്ന് വെളിപ്പെട്ടു. എന്നെ ആര് വിടുവിക്കുമെന്നൊരു ചോദ്യം ചോദിച്ചതോടെ എന്തോ ഒന്ന് വെളിപ്പെട്ടു. ആ വെളിപ്പെട്ട നിയമമാ ആത്മാവിന്റെ നിയമം. മനസ്സിലായോ? ആരാ വിടുവിക്കുന്നേ എന്നൊരു ചോദ്യമാ. ഇതാ സ്വർഗത്തിൽ നിന്നൊരു നിയമം വെളിപ്പെടുകയാ. ഇതാ ഞാൻ നിന്നെ വിടുവിക്കും. ഇനി 8-ാം അധ്യായത്തിലേക്ക് നാം കയറുമ്പോ ശ്രദ്ധിക്കുക, ബൈബിൾ എഴുതിയത് ഇങ്ങനെ ചാപ്റ്റർ ആയിട്ടും വാക്യങ്ങളായിട്ടൊന്നും അല്ല, തുടർന്നാണ് എഴുതിയത്. പിന്നെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനെയൊക്കെ ചാപ്റ്റർ ആക്കിയൊക്കെ മാറ്റിയിരിക്കുന്നത്. 8-ാം അധ്യായം ഇതിന്റെ തുടർച്ചയാ. അതുകൊണ്ട് 7-ൽ അവസാനിപ്പിച്ച് നിർത്തരുത്. 8-ാം അധ്യായം തുടർന്നേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. താഴേക്ക് ശ്രദ്ധിച്ചു കേട്ടോണം. സഭ ഏത് നിയമത്തിന്റെ കീഴിലാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ആരാ വിടുവിച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ചോദിച്ച് പ്രാർത്ഥിച്ചത് എന്താ? എന്നെ ആര് വിടുവിക്കും? വിടുവിക്കുന്ന നിയമത്തിന്റെ പേര് പറയുകയാണ്. വായിച്ചോ. അതായത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് വെച്ചാൽ ആത്മാവിന്റെ പ്രമാണം അനുസരിച്ചാൽ ജീവൻ ലഭിക്കും. ഇതാണ് അതിന്റെ അർത്ഥം. ആത്മാവിന്റെ പ്രമാണം വായിച്ചോ. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആത്മാവിന്റെ പ്രമാണമാണ് പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയത്.
ഹല്ലേലൂയ. അപ്പൊ ഒരു പ്രമാണമാണ് മറ്റൊരു പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയത് എങ്കിൽ നാം ഓട്ടോമാറ്റിക് ഏത് പ്രമാണത്തിന്റെ അടിയിലായി? ആത്മാവിന്റെ പ്രമാണത്തിന്റെ അടിയിലായി. മനസ്സിലാവുന്നുണ്ടോ? ആത്മാവിന്റെ പ്രമാണത്തിന്റെ അടിയിലായി. ഇന്ന് സഭ ഏത് പ്രമാണത്തിന്റെ അടിയിലായിരിക്കണം? അപ്പോ ആത്മാവിന്റെ പ്രമാണത്തിന്റെ അടിയിലാ. അല്ലാതെ എനിക്കൊരു പ്രമാണം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടേ. പ്രമാണം പഴയ നിയമക്കാർക്കായിരുന്നു, എനിക്കില്ലെന്ന്. അങ്ങനെയല്ല കുഞ്ഞെ, നീ ഇന്ന് ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലാ. ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണെങ്കിൽ ഈ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നെ പാപം ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യനാക്കി മാറ്റിയെടുക്കും. മനസ്സിലായോ? അല്ല നീ പറയാ എനിക്കിത് ഒരു പ്രമാണം ഇല്ലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ തുടരാം. ആമേൻ, ഹല്ലേലൂയ. ആളുകൾ കണ്ട പൂക്കത്ത് വിരൽ വെക്കും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന് ചിലപ്പോ ഇന്ന് സഭയുടെ നിയമം ആത്മാവിന്റെ നിയമം. അതുകൊണ്ട് ദൈവദാസന്മാരോട് കർത്താവ് എപ്പോഴും പറയുന്ന, എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നേരിട്ട് ഇന്ന് ഇറങ്ങി വന്നാൽ സംസാരിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ 7 എമിറേറ്റ്സുകൾ ചേർന്നതാ. അവിടെ ധാരാളം വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് വരും. അവർ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ സാധാരണ 7 എമിറേറ്റ്സും ക്രോസ് ചെയ്തേ അവർ പോകത്തുള്ളൂ. എല്ലായിടത്തും പോയി അവർ പ്രസംഗിച്ചിട്ടേ പോകത്തുള്ളൂ. ഇതേപോലെ യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു 7 സഭകളോടും ദൂത് പറയുന്നുണ്ട്. ഒരു വിസിറ്റിംഗ് നടത്തിയതാ. ആമേ, 7 സഭകളോടും പറയുന്ന ദൂതിൽ സംസാരിക്കുന്നത് യേശുവാ. പക്ഷേ നാം കേൾക്കുമ്പോൾ യേശു പറയുന്നതല്ല കേൾക്കുന്നത്. പറയുക എന്താ? ആത്മാവിന്റെ നിയമം എന്നല്ലേ? ആത്മാവ് സഭകളോട് പറയുന്നത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. 7 സഭകൾ ഒരു സഭയോടും പറഞ്ഞില്ല നീ അക്ഷരം വായിച്ച് ചെയ്യാൻ. പകരം ആത്മാവ് സഭകളോട് പറയുന്നത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഇതാണ് ആത്മാവിന്റെ നിയമം. ആമേൻ. ന്യായപ്രമാണം, പഴയ നിയമത്തിലെ ന്യായപ്രമാണം ഇതേ ദൈവം സ്വർഗത്തിൽ എഴുതി കൊടുത്തത് ഈ ഭൂമിയിൽ മോശയ്ക്ക് ഏൽപ്പിച്ചു. ആ മോശ ഇവിടെ കൊണ്ടുവന്നു. അതാണ് അക്ഷരം, ദൈവം കൊടുത്ത ലെറ്റർ. എന്നാൽ ലെറ്റർ കൊടുക്കുന്നതിന് പകരം അതേ ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ട് മോനെ ചെയ്യേ, മോനെ അത് ചെയ്യേ, മോനെ ഇത് ചെയ്യേ എന്ന് പറയുന്നത് ആത്മാവിന്റെ നിയമം. Glory to God. ഒന്ന് ദൈവം ലെറ്റർ എഴുതി കൊടുത്തു, മറ്റത് ദൈവം നേരിട്ട് നടത്തുന്നു. ഗ്ലോറി. പഴയ നിയമം ദൈവം ലെറ്റർ എഴുതി കൊടുത്തു. പുതിയ നിയമം ആത്മാവിന്റെ നിയമത്തിൽ ദൈവം ലെറ്ററിലൂടെ അല്ല, നേരിട്ട് മനുഷ്യന്റെ അകത്ത് വസിച്ച് അവനെ തന്റെ ചട്ടങ്ങളിൽ വഴി നടത്തുമാറാക്കുന്നു. മനസ്സിലായോ? ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ അകത്ത് ഈ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കുവാനായിട്ട് കഴിയും, വെളിപ്പെടുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്വരം എല്ലാ ഭാഗങ്ങളും ദൈവം സഹായിക്കും. എല്ലാ ഭാഗങ്ങളും പരിശുദ്ധാത്മ സഹായിക്കും. ഇന്നലെ ഞാൻ രാവിലെ എൻ്റെ റൂമിൽ മോള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മനുഷ്യരുടെ ശബ്ദത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാത്തൊക്കെ വേണം, മറ്റു ശബ്ദങ്ങൾ അവോയ്ഡ് ചെയ്യാൻ മുകളിൽ പോയിരിക്കുക. ഞാൻ ഒരു ഭാഗത്ത് പ്രെയർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അകത്തൊരു സ്വരം കേൾക്കുക. എൻ്റെ ടെലിഫോൺ റിങ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ ടെലിഫോൺ റിങ് ചെയ്യുന്നത് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം ഭവനമല്ല, കാറല്ല, പണമല്ല, ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ഷാജി ജോസഫ് എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്ന ജയിക്കാനായി വീണ്ടും ജനിച്ചോ ഈ പുസ്തകം ദൈവനാമത്തിന് വേണ്ടി റിലീസ് ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം, ഒരു നല്ല ചിന്തകൻ, നല്ല എഴുത്തുകാരൻ. ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കും. ഈ പുസ്തകം പ്രാർത്ഥനാലയത്തിന്റെ വെബ്സൈറ്റിലും പ്രധാന ബുക്ക് ഷോപ്പിലും ലഭ്യമാണ്. ഞാൻ എൻ്റെ അകത്തൊരു സ്വരം കേൾക്കുക. എൻ്റെ ടെലിഫോൺ റിങ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ ടെലിഫോൺ റിങ് ചെയ്യുന്നത് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ടെലിഫോൺ റിങ് ചെയ്യുകയാണ്. അപ്പം ഞാൻ വേറൊരു സബ്ജക്റ്റ് നോക്കാൻ വേണ്ടി ഒരു ബൈബിളിലെ ചില കാര്യം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഉടനെ അകത്തുനിന്ന് എനിക്ക് ആലോചന തന്നു, നിന്നെ ആരോ അന്വേഷിക്കുന്നു. ആമേൻ. ആത്മാവിന്റെ സ്വരത്തിന്റെ കാര്യം പറയുന്നത്, നിന്നെ ആരോ അന്വേഷിക്കുന്നു. ഉടനെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് അടച്ചു, മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നതോടുകൂടെ ഇതാ ആംപ്ലിഫയർ നോക്കാൻ വന്നവർ എന്നെ അന്വേഷിച്ച് വാദിച്ചു നിൽക്കുന്നു. ആമേൻ. ഞാനപ്പോൾ വന്നില്ല എങ്കിൽ ആ കാര്യം നടക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം അപ്പോഴപ്പോൾ സകല വിഷയത്തിലും നമ്മളെ ഗൈഡ് ചെയ്യും.
നമ്മളെ നടത്തും. ആത്മാവ് നമ്മളോട് സംസാരിക്കും. പക്ഷെ അത് കേൾക്കണമെങ്കിൽ ചെവി വേണം. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ ചെവി വേണം. ചെവി ഉണ്ടെങ്കിലേ നമുക്ക് കേട്ടത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. അതിന്റെ അർത്ഥം എല്ലാവർക്കും ചെവി ഇല്ല എന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. റേഷൻ കാർഡ് ഉള്ളവർ പാമോയിൽ മേടിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റേഷൻ കാർഡില്ല. അതുള്ളവർ മാത്രം വരിക എന്നാ അതിനർത്ഥം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി ഡെവലപ്പ് ചെയ്യുന്ന ശുശ്രൂഷയാ മടക്കയാത്രയുടെ ശുശ്രൂഷ. യാത്ര ന്യായപ്രമാണത്തിലാ, മടക്കയാത്ര ആത്മാവിന്റെ നിയമത്തിലാ. ഗ്ലോറി. നിങ്ങൾ പല സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായി പൊട്ടി 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 വരും. അവസാനം ഒറ്റ ലക്ഷ്യത്തിലേക്ക് സകലതും വന്ന് ചേരുവാനായിട്ട് ഇടയാകും. ഗ്ലോറി. സഭ ഏത് നിയമത്തിന്റെ കീഴിലാ? ആത്മാവിന്റെ നിയമത്തിന്റെ കീഴിലാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ ആ 7 സഭകൾക്ക് കർത്താവ് കൊടുക്കുന്ന ദൂതെടുത്തൊക്കെ നോക്കിയാൽ മതി. നിങ്ങളെ ആരും ചതിക്കത്തില്ല. യേശു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. നേരിട്ട് യേശു തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നു. യേശു സംസാരിക്കുന്നു, പക്ഷെ ജനം കേൾക്കുന്ന യേശുവിൽ നിന്നല്ല, ആത്മാവിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഗോഡ് ഹെഡിന്റെ പ്രവർത്തനം ഇങ്ങനെയാ. പിതാവിനുള്ളതെല്ലാം യേശുവിനുള്ളത്. അവൻ പരിശുദ്ധാത്മാവ് യേശുവിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾ അത് സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളിലൂടെ ലോകത്ത് ഫലം പുറപ്പെടുവാനിടയാകും. ഗ്ലോറി. ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ മടക്കയാത്രയെ കുറിച്ചാണ്. ലോ ഓഫ് ദ സ്പിരിറ്റിന്റെ ഒരു ഇനീഷ്യൽ പാർട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇനി മടക്കയാത്രയെ കുറിച്ചാണ്. മടക്കയാത്രയിൽ മുഴുവൻ ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമമാണ്. ഗ്ലോറി. ഹല്ലേലൂയ. മടക്കയാത്രയിൽ മുഴുവൻ ആത്മാവിന്റെ നിയമം. യാത്രയിൽ ന്യായപ്രമാണം, മടക്കയാത്രയിൽ ആത്മാവിന്റെ നിയമം. ഗ്ലോറി. റോമലേഖനം 8ന്റെ ആ 3 കൂടി ഒന്ന് വായിച്ചിട്ട് സഹോദരി, നമ്മളിപ്പോ വായിച്ചു നിർത്തിയതിന്റെ തൊട്ട് താഴെ. ശ്രദ്ധിച്ചേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാനാ യേശു വന്നേക്കണേ. മനസ്സിലായോ? ന്യായപ്രമാണത്തിന് എന്ത് കഴിഞ്ഞില്ല? ആ ഒരുത്തനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. ഇന്ന് യേശു ക്രിസ്തുവിന്റെ ഈ ആത്മാവിന്റെ പ്രമാണം നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. അല്ലാതെ നമ്മള് ഇന്ന് യേശുവിനെ സ്വീകരിച്ചിട്ട് പഴയതുപോലെ തന്നെ 2 പഴയ ചെരുപ്പിട്ട് നടക്കുന്നതിന് തുല്യമായി തീരരുത്. എന്താണ് ഇനി 2 പഴയ ചെരുപ്പുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മനസ്സിലാക്കണമെങ്കിൽ ഉപമയുടെ സഹായത്തോടു കൂടെ സാധിക്കും. ഇതുകൊണ്ട് നമുക്ക് ഇത് വളരെ എളുപ്പം മനസ്സിലാക്കുവാൻ, കഴിഞ്ഞ ദിവസം ആരോഗ്യം എന്നോടൊന്ന് ചോദിച്ചപ്പോൾ സുവിശേഷം പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ഞാൻ ചോദിക്കാനിടയായി. ചോദിക്കുക ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, പ്രിയ സഹോദരങ്ങളെ, എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നിരിക്കുന്നത് ധൂർത്തപുത്രന്റെ കഥ എന്ന് പറഞ്ഞാൽ മതി. ധൂർത്തപുത്രന്റെ കഥ പറഞ്ഞാൽ ഇതില് പിതാവിന്റെ ഭവനമുണ്ട്, നിത്യതയുണ്ട്, തുടർന്ന് പഴയ നിയമമുണ്ട്, ക്രിസ്തുവിന്റെ സുവിശേഷം അതിൻ്റെ ഉള്ളിലുണ്ട്, മടക്കയാത്ര പുതിയ നിയമമുണ്ട്, വീണ്ടും നിത്യതയുണ്ട്. സകലതും അതിൻ്റെ ഉള്ളിൽ ക്രോസ് ചെയ്ത് പോയി. വളരെ എളുപ്പമാണ്. ഇനി അത് ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാക്കിയാൽ അതിനെ നമുക്ക് രാജ്യത്തിന് സുവിശേഷമായിട്ട് ഉപയോഗിക്കാം. അല്ല, നമ്മൾ അല്ലാത്ത രീതിയിലാണ്, സത്യം അറിയാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെയധികം എറേഴ്സ് അവിടെ കടന്നു വരാനായിട്ട് ഇടയാകും. ആ ധൂർത്തപുത്രൻ, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം മുതലാണ് ധൂർത്തപുത്രന്റേതായ കഥ കർത്താവ് അവതരിപ്പിക്കുന്നത്. ഈ ധൂർത്തപുത്രന്റെ കഥ കർത്താവ് അവതരിപ്പിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ സ്വന്തം കുടുംബത്തിൽ നടന്ന കഥയാണ് അവതരിപ്പിക്കുന്നത്. തൻ്റെ സ്വന്തം കഥയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ആമേൻ. എന്നാൽ ഇതൊന്ന് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിനോട് ചേർന്നുള്ള മറ്റ് 2 ഉപമകൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ആടിന്റെ ഉപമയും ഒന്ന് ദ്രഹ്മയുടെ, സ്ത്രീക്ക് നഷ്ടപ്പെട്ട ദ്രഹ്മയുടെ ഉപമയും. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മടക്കയാത്രയെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ ആ ഭാഗത്തേക്ക് തിരികെയാണ്. വളരെ നമുക്ക് പരിചിതമായ ഒരു വേദഭാഗമാണ്. എങ്കിലും നമുക്കതിനെ വായിച്ച് മുന്നോട്ടേക്ക് പോകാം. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 11 ഓൺവേഴ്സ്, 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ
ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനിർപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തരെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവറുകൊണ്ട് വയറ് നിരപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേത്രമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ. നാം തിന്ന് ആനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. മതി. ഇനി അതിന്റെ അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. പ്രിയരെ, വളരെ എളുപ്പം ദൈവിക പദ്ധതികൾ ഈ ഒരു ഉപമയിലൂടെ, കർത്താവ് പറഞ്ഞ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. നമുക്കവിടെ മനസ്സിലാക്കാനിടയായി, പിതാവിൻ്റെ ഭവനത്തിൽ വളരെ സ്വസ്ഥതയോടെ പോയിക്കൊണ്ടിരുന്ന ആ മകൻ, അവൻ്റെ ചിന്തയ്ക്ക് ഒരു ദിവസം മാറ്റം ഉണ്ടായി. ചിന്തയ്ക്ക് മാറ്റം ഉണ്ടായതോടുകൂടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചിന്തകളാണ്. ആ ചിന്തകൾ നല്ലതാണെങ്കിൽ അവൻ നല്ല ദിശയിലേക്ക് പോകും. ആ ചിന്തകൾ ചീത്തയാണെങ്കിൽ അവൻ ചീത്ത ദിശയിലേക്ക് പോകും. അതുകൊണ്ട് മനുഷ്യനെ മാറ്റുവാൻ അവൻ്റെ പുറത്തുള്ള അഭ്യാസങ്ങളല്ല വേണ്ടത്, മനുഷ്യനെ മാറ്റുവാൻ അവൻ്റെ ചിന്തകളെയാണ് മാറ്റേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. പഴയ നിയമത്തിൽ ചിന്തകളെ മാറ്റുകയല്ല, പകരം ആ ചീത്തയായ തിന്മയായ ചിന്തകളെ, അതിൽ നിന്നുള്ള പ്രവൃത്തി പുറത്തു വരാതെ തടയുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ചിന്തകളെ എടുത്തു മാറ്റുകയാണ്. ഗ്ലോറി. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഈ ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ, അവനൊരു ധൂർത്തപുത്രനൊന്നും ആയിരുന്നില്ല, നല്ല പുത്രനായിരുന്നു. എന്നാൽ ചിന്ത മാറിയതോടുകൂടെ ആണ് അവൻ ധൂർത്തപുത്രനായി തീർന്നത്. എങ്ങനെയാണ് ചിന്ത മാറി നമുക്കറിയാം. ഈ ധൂർത്തപുത്രൻ ആദത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ആദത്തിന്റെ ചിന്ത മാറിയത് എങ്ങനെയാണ് നാം മനസ്സിലാക്കി ഇന്നലെ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ പിശാച് എന്ത് ചെയ്യും? ദൈവം ഒരു വേർഡ് പറഞ്ഞാൽ ഒരു ആന്റി വേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എഗനസ്റ്റ് ആയിട്ടൊരു വേർഡ് പിശാച് ഇറക്കും. ദ വൈറസിന്റെ എഗനസ്റ്റ് ആന്റി വൈറസ്. മനസ്സിലായോ? ഇതേപോലെ തന്നെ ദൈവം ആദത്തോട് പറഞ്ഞൊരു കാര്യമാണ്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത് ദൈവം ആദത്തോട് പറഞ്ഞെങ്കിൽ പിശാച് സർപ്പത്തോട് പറഞ്ഞു. ഇതാണ് ആന്റി വേർഡ്, വേർഡിന്റെ അഗനസ്റ്റ് വേർഡ്. നീ പോയി ഹവ്വയോട്, ബലഹീന പാത്രമായ ഹവ്വയോട് പ്രസംഗിക്കണം. ആദത്തെ പിടിക്കാൻ നേരിട്ട് ആദത്തിന്റെ അടുക്കൽ പോയില്ല, ലക്ഷ്യം ആദമാണ്. ഹവ്വയുടെ അടുക്കൽ പോയി. ഇതൊരു സന്ദേശമാണ് സഹോദരങ്ങൾക്ക്. നിങ്ങൾ സഹോദരങ്ങളെ ദൈവവേലയിലാണെങ്കിൽ നിങ്ങളുടെ ദൈവവേല വീഴിക്കാൻ പലപ്പോഴും പിശാച് നിങ്ങളുടെ അടുക്കൽ എത്തത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ അടുക്കലെത്തും. നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെ അടുക്കലെത്തും. ഗ്ലോറി. അതുവഴി, കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം തെളിയിക്കുവാൻ നിങ്ങൾ ആ ചാൻസും ഉപയോഗിക്കും. അതോടുകൂടെ നിങ്ങൾ തെളിയിക്കും നിങ്ങൾ ദൈവത്തെക്കാൾ അധികം, സൃഷ്ടാവിനേക്കാൾ അധികം സൃഷ്ടിയെ സ്നേഹിക്കുന്നുവെന്ന്. അതോടെ വീഴ്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും. ആമേൻ. പ്രിയരെ,
മടക്കയാത്ര എന്ന ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഇതേ ചാനലിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ മറ്റൊരു ഉയർന്ന ആത്മീയ തലത്തിലേക്ക് കടത്തിവിടുന്ന ഈ വചനങ്ങൾ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് വാച്ച് ചെയ്യുവാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അപ്പോൾ അങ്ങയുടെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഈ വചനം ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വീണ് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ ഈ മക്കളെ സഹായിക്കണം. ഇവരുടെ സകല ആത്മീക ഭൗതിക വിഷയങ്ങളുടെ പേരും അങ്ങയുടെ കരം നീട്ടുവാൻ ഇടയാകണം. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ അങ്ങ് തൊടുവാനിടയാകണം. യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ ജനം പ്രാപിക്കുവാനിടയാകട്ടെ. പ്രിയ പിതാവെ, അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. പ്രിയരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ഈ സന്ദേശം ശ്രവിക്കാൻ മറക്കരുത്. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗാഡ്. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ മാറ്റും നിന്റെ വേദന പാപത്താ